കേരളത്തിലെ മുസ്ലിങ്ങളുടെ ജീവിതശൈലിയും ഭക്ഷണരീതികളും ബാംഗ്ലൂരും ബോംബെയും കടന്ന് ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കൻ ഐക്യനാടുകളിലും വരെ പ്രശസ്തമായി മാറിയിരിക്കുന്നു. തലശ്ശേരി ഭക്ഷണം എന്ന പേരിൽ അറിയപ്പെടുന്ന കേരള മുസ്ലിം പാചകരീതി അറേബ്യൻ, പേർഷ്യൻ, യൂറോപ്യൻ ശൈലികളുടെ ഒരു മിശ്രണമാണ്. പൗരാണിക കാലം മുതൽക്കേ അറബികൾക്കും യൂറോപ്യന്മാർക്കും കേരളവുമായി ഉണ്ടായിരുന്ന ബന്ധത്തിന്റെ ഒരു പ്രതിഫലനമാണ് കേരള മുസ്ലിം ഭക്ഷണ രീതി. തലശ്ശേരി ബിരിയാണി എന്ന പേരിൽ അറിയപ്പെടുന്ന മലബാർ ബിരിയാണി സാധാരണ ബസ്മതി അരിക്ക് പകരം കൈമ അല്ലെങ്കിൽ ജീരകശാല അരി ഉപയോഗിച്ചുണ്ടാക്കുന്ന മുഗൾ ഒറിജിനുള്ള ഒരു ബിരിയാണിയാണ്. മഞ്ചേരി ഫർസ റെസ്റ്റോറൻറ്റിലും കോഴിക്കോട് റഹ്മത്ത് റെസ്റ്റോറൻറ്റിലും തലശ്ശേരി പാരീസ് ഹോട്ടലിലും ലഭിക്കുന്നത് ഈ ബിരിയാണി തന്നെയാണ്. അറബികളുടെയും മുഗളന്മാരുടെയും സ്വാധീനം മലയാളികളുടെ പാചകത്തിലും ഭക്ഷണരീതിയിലും പ്രകടമായി. റമദാൻ മാസത്തിൽ മാത്രമുണ്ടാക്കുന്ന അലീസ പോലെയുള്ള വിഭവങ്ങളും അതുപോലെ മലപ്പുറം പത്തിരിയും തലശ്ശേരി ചട്ടിപ്പത്തിരിയും കല്ലുമ്മക്കായ പൊരിച്ചതും കേരളത്തിൻ്റെ അതിർത്തികൾ ഭേദിച്ച് പ്രശസ്തി നേടിക്കഴിഞ്ഞു. മുട്ടമാല, പഴം നിറച്ചത്, ഉന്നക്കായ തുടങ്ങിയ വിഭവങ്ങളും വിശേഷ അവസരങ്ങളിൽ മാത്രമല്ല വൈകുന്നേരത്തെ ചായക്കും നിർബന്ധമായി മാറിയിരിക്കുന്നു. കൂടുതൽ എണ്ണ ഉപയോഗിക്കാത്ത തലശ്ശേരി ബിരിയാണി ദം പ്രോസസ്സ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ബിരിയാണി ചെമ്പ് സീൽ ചെയ്യുകയും അതിനു മുകളിൽ കരി ഉപയോഗിച്ച് തീ കൂട്ടുകയും ചെയ്യുന്ന രീതിയാണ് ദം ബിരിയാണിയുടെ കുക്കിംഗ് പ്രോസസ്സ്. ധാരാളം ന്യൂട്രിയൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, വിറ്റാമിൻസ് എന്നിവ അടങ്ങിയതാണ് തലശ്ശേരി ബിരിയാണി.